യമൻ, സൊമാലിയ, സുഡാൻ എന്നിവിടങ്ങളിലെ ഭരണം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ സൗദി അറേബ്യയും തുർക്കിയും രംഗത്ത്. മേഖലയിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്ന ചിലരുടെ നീക്കങ്ങൾ തടയണമെന്ന് ഇരു രാജ്യങ്ങളും സംയുക്തമായി ആവശ്യപ്പെട്ടു. തുർക്കി പ്രസിഡന്റിന്റെ സൗദി സന്ദർശനത്തിനിടെയാണ് പ്രതികരണം. ഫലസ്തീൻ രാഷ്ട്രം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ഇരുവരും പ്രഖ്യാപിച്ചു. സൗദി കിരീടാവകാശി ഊഷ്മള സ്വീകരണമാണ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ ഒരുക്കിയത്. സൗദിയുമായി ബന്ധം ഊഷ്മളമാക്കുന്നതായി തുർക്കി പ്രസിഡന്റ് പറഞ്ഞു. പിന്നാലെ മേഖലയിലെ വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും പ്രസ്താവനകൾ പുറത്തിറക്കി. സുഡാനിലും യമനിലും സമാന്തര ഭരണകൂടത്തിന് ശ്രമിക്കുന്ന ഒരു ഗൾഫ് രാജ്യത്തിന്റെ നിലപാടിനെതിരെയായിരുന്നു പ്രസ്താവനകൾ. ഇത് മേഖലയിൽ സമാധാനാന്തരീക്ഷം തകർക്കുമെന്ന് ഇരുവരും ചൂണ്ടിക്കാട്ടി. സിറിയയിൽ ഭരണസ്ഥിരത കൊണ്ടുവരാനുള്ള സൗദിയുടെ ശ്രമത്തെ എർദോഗാൻ പ്രശംസിച്ചു. സോമാലിയയെ പിളർത്തി സോമാലിലാൻഡ് സൃഷ്ടിച്ചതിനെ തള്ളിയ ഇരുവരും മേഖലയിലെ ചിത്രതകൾക്കെതിരെ ഒരുമിച്ച് നിൽക്കുമെന്ന് പറഞ്ഞു. യമനിലും സുഡാനിലും നിയമാനുസൃത ഭരണകൂടത്തിനെതിരെ വിഭജനക്കാർക്ക് പിന്തുണ നൽകുന്ന നീക്കങ്ങൾ പാടില്ലെന്നും പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നു. ഫലസ്തീൻ രാഷ്ട്രവിഷയം സജീവമായി നിലനിർത്താനും ജെറുസലേം ആസ്ഥാനമായി രാഷ്ട്രത്തിനുള്ള നീക്കങ്ങൾക്കും ഇരുവരും ശ്രമങ്ങൾ തുടരുമെന്ന് അറിയിച്ചു. ഇസ്രയേലിന്റെ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അധിനിവേശത്തെ തടയാനുള്ള ശ്രമങ്ങളും സമ്മർദ്ദവും തുടരുമെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി. വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഭിന്നചേരിയിലിരുന്ന തുർക്കിയും സൗദിയും ഒരേ ചേരിയിലേക്ക് മാറുന്ന കൗതുകം ഈ സന്ദർശനത്തിലുണ്ട്. തുർക്കി വീണ്ടും സന്ദർശിക്കാനുള്ള എർദോഗാന്റെ ക്ഷണം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സ്വീകരിച്ചു. വിവിധ മേഖലകളിലായി വിവിധ കരാറുകളും ഇരുവരും ഒപ്പുവച്ചിട്ടുണ്ട്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.